നമസ്കാരം. അംബ്ലീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ കുടുംബസംഗമത്തിന് പങ്കെടുക്കാൻ വേണ്ടി ഞാൻ കലൂർ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലെത്തിയതായിരുന്നേ. ഞങ്ങൾ അവിടെ എത്തിയ അതേ സമയത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ലാലേട്ടനും അവിടേക്ക് എത്തുന്നത്. കുഞ്ഞുങ്ങളാണെങ്കിൽ ലാലേട്ടനെയും മമ്മൂക്കയൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ കൊതിച്ചിരിക്കുമായിരുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് അപ്പുക്കുട്ടനായിരുന്നേ. ലാലേട്ടനെയും മമ്മൂക്കയും മറ്റ് ആർട്ടിസ്റ്റുകളെയൊക്കെ കാണാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പുവിന്. സാധാരണ അമ്മയുടെ മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പോൾ ഫാമിലി മെമ്പേഴ്സിന് മീറ്റിംഗ് നടക്കുന്ന ഹാളിലേക്ക് പ്രവേശനമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഈ ഒരു പരിപാടിയിൽ ഫാമിലി മെമ്പേഴ്സിനും കൂടെ പങ്കെടുക്കാമെന്ന് കേട്ടപ്പോൾ അപ്പൂട്ടൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. അപ്പൂൻ്റെ എക്സാം നടക്കുന്ന സമയമായിരുന്നു. എന്നാലും ഞാൻ വിചാരിച്ചു കുഞ്ഞൊരുപാട് ആഗ്രഹിച്ചതല്ലേ എന്ന്. അജുക്കുട്ടൻ ഇങ്ങനെ പൂവൊക്കെ മണപ്പിച്ച് നിൽക്കുവാണേ. പാവൻ രാവിലെ എഴുന്നേറ്റതാ. ഇന്നലെ റിഹേഴ്സൽ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് വരാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് വെളുപ്പിനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്നിട്ടാണ് ഗ്രൂപ്പിൻ്റെ കൂടെ നിന്നൊന്ന് പ്രാക്ടീസ് ചെയ്തത്. Request everyone to please be seated. നിങ്ങളെല്ലാം തന്നെ ചെയർസിലേക്ക് നമ്മൾ തന്നിരിക്കുകയാണ്. ഈവൻ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പുറകിൽ നിൽക്കുന്നവരൊക്കെ തന്നെ എല്ലാം തന്നെ ദയവ് മുന്നിലേക്ക് കയറിയിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഈവന്റ് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ അമ്മ കുടുംബ സംഗമം 2025 ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ലാൽചിഷ്ടം പ്ലീസ്. വളരെ സംഭവബഹുലമായ പരിപാടികളാണ് നമ്മ ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്നോടൊപ്പം ചേരുന്നു സരയു. നല്ല വേണ്ടുകൊണ്ട് സരയിലെ സ്വാഗതം ചെയ്യാം. Please join me, Sarayu. അടിപൊളി കൈകൊടുത്ത് നമുക്ക് ശ്രീ സുരേഷ് ഗോപി ചേട്ടനെ സ്വാഗതം ചെയ്യാൻ വേദിയിലേക്ക്. I request Suresh Gopi sir to please come onto the stage. എല്ലാവരുടെ ഭാഗത്തും ആ ഒരു എനർജി നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ വരട്ടെ. നമ്മൾ ഫൺ ഗെയിംസ് ആണ് ആക്ച്വലി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫുട്ബോളും ക്രിക്കറ്റും ടഗും വോറും ഉണ്ട്. വളരെ വാശിയേറിയ പോരാട്ടം തന്നെ ഇവിടെ നടക്കുന്നത് നിസ്സംശയം നമുക്ക് പറയാം. സോ അമ്മ കുടുംബ സംഗമം 2025 ഇൻ ഫ്ലൈയിങ് കളേഴ്സ് എന്ന് തന്നെ പറയട്ടെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സോ എല്ലാവരും തന്നെ അക്ഷമരായി കാത്തിരിക്കുകയാണ് നമ്മുടെ ഈ പ്രോഗ്രാം കാണാൻ. ബാക്കിയുള്ള നമ്മുടെ ഇവന്റ്സ് ഉടൻ തന്നെ നമ്മുടെ ഇവന്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ ചില്ലായിട്ടിരിക്കുക, അടിച്ചു പൊളിക്കാം നമുക്കിത്. ഓക്കെ, താങ്ക് യു. ജഗദീഷ് തന്നെ രാജേഷനെ ഒന്ന് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാറ്. ജഗദീഷ് ആൻഡ് രാജേഷ് ഒന്ന് തന്നെ സ്റ്റേജിലേക്ക് വരണം പ്ലീസ്. ഈ അഭിനയിക്കുന്ന വേദിയിലോട്ട് കെട്ടി ഇറക്കി
നമ്മളെ സജ്ജമാക്കി നമ്മളെ അഭിനയിക്കത്തക്ക വിധത്തിൽ നമ്മളെ തയ്യാറാക്കിക്കാൻ ഒരു രാത്രിയെങ്കിലും ഉറങ്ങാതെ പോയ നമ്മുടെ അമ്മമാരുണ്ട്, ഒരു രാത്രിയെങ്കിലും ഉറങ്ങാതെ പോയ നമ്മുടെ ഭാര്യമാരുണ്ട്, ഒരു രാത്രിയെങ്കിലും ഉറങ്ങാതെയും സ്കൂളിൽ പോകാനും പറ്റാതിരുന്ന മക്കളുണ്ട്. അവരെ പരിപോഷിപ്പിച്ച് നിർത്തുക. ഒരിക്കലും മനസ്സിൽ നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റും അമ്മയുടെ ഒരു അംഗം പോലും അറിഞ്ഞുകൊണ്ടൊരു തെറ്റിലോട്ട് നീങ്ങില്ല. അതിനൊരു മനസ്സുള്ള ആൾക്കാരല്ല. 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. നമുക്ക് ബാക്കിയുള്ള സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉറങ്ങാതിരിക്കും, കുഴപ്പമില്ല. ജയൻ പറഞ്ഞതുപോലെ ഫണ്ടധികം ഉപയോഗിക്കാൻ ഇടം വരുത്താതിരിക്കട്ടെ. ആ ഫണ്ട് അങ്ങനെ ഇരിക്കട്ടെ. കാര്യം അസുഖം അങ്ങനെ വരാതിരിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അസുഖം വരാതിരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് കുറച്ച് അതേ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, ഒരു ബ്ലാക്ക് പാച്ച് അല്ലെങ്കിൽ ഒരു കാർമിക എല്ലാം ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചു. അതിന്റെ പുറകിൽ വളരെ നല്ല മനസ്സുകളുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പലരും അറിയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ വേറെ സത്യത്തെയും ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ഫലമായി. പുറത്തായിരുന്നു ഞാൻ രാവിലെ പല സ്ഥലത്താണ്. ഇത് ഈ വർഷമാക്കി മാറ്റേണ്ട വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ വലിയ രീതിയിൽ ചെയ്യാൻ സാധിക്കും. നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാൻ വേണ്ടി ഒന്നും പറയാതെ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നല്ലതൊക്കെ പ്രാർത്ഥിക്കുന്നു. പിന്നീട് ഒരു ഗവേണിംഗ് കൗൺസിൽ, ഗവേണിംഗ് ബോഡി എന്റേതായ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് ഈ സംഘത്തിൽ നിന്നൊന്ന് മാറി നിന്നു എന്നേ ഉള്ളൂ. മാറി വ്യതിചലിച്ചിട്ട് ഓരോ കാലത്തുണ്ടായപ്പോഴും ഒരുപക്ഷെ പിന്തുണ നൽകുന്ന രീതിയിൽ മാത്രം പുറത്തു നിന്നുകൊണ്ട് അജു അജു അപ്പോ അതെ പറയാട്ടോ. വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളിവിടെ ഗാലറിയിലേക്ക് വന്നു കേട്ടോ. ഇനാഗുറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ താരങ്ങളുടെ സ്പോർട്സ് മത്സരങ്ങളാണ് ആദ്യം. അപ്പോൾ ആർട്ടിസ്റ്റുകൾ 3 ടീമായിട്ട് തിരിഞ്ഞ്, അതായത് ലാലേട്ടൻ്റെ, മമ്മൂക്കയുടെ, സുരേഷ് ഏട്ടൻ്റെ അങ്ങനെ 3 ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അങ്ങനെയാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഫസ്റ്റ് ഫുട്ബോൾ കോമ്പറ്റീഷനാണ് കേട്ടോ. അപ്പോഴേക്കും മമ്മൂക്ക എത്തി. മമ്മൂക്ക അങ്ങനെ സ്റ്റേജിലേക്ക് പോവുകയാണ്. എല്ലാവരെയും മൈജിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. താങ്ക് യു. LG TV നമ്മുടെ ലാലേട്ടൻ, മമ്മൂട്ടി, അതുപോലെ തന്നെ സുരേഷ് ഗോപി അവർക്ക് അവർ നൽകുന്നുണ്ട്. താങ്ക് യു സോ മച്ച് മൈജി ആൻഡ് ഓഫ് കോഴ്സ് ഷാജി സർ ഫോർ ദിസ് അസ്റ്റൗണ്ടിങ് ജസ്റ്റർ. പെൻഷൻ ഉൾപ്പെടെയുള്ള മെഡിക്കൽ സഹായങ്ങൾ ഉൾപ്പെടെയുള്ള സഹായങ്ങളുമൊക്കെ ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യുന്ന സ്പോൺസർ. പക്ഷേ ആ ഫണ്ട് എൻജോയ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് നമുക്ക് 3 ടീമാണ്. ടീമിൻ്റെ ഓണേഴ്സാണ് നമ്മുടെ എല്ലാമായ മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഏട്ടൻ. 3 ടീം ഓണേഴ്സ് തമ്മിൽ മാറ്റുരക്കും. അതിന്ന് ജയിക്കുന്ന ടീം നേരെ ഫൈനലിൽ ക്വാളിഫൈ ചെയ്യും. സെക്കൻഡ് ഈ തോൽക്കുന്ന ടീമും ഏതിനെതിരെ മത്സരിക്കുമെന്ന് അറിയാനാണ്. അതിൻ്റെ ഒരു ലക്കി ഡിപ്പാണ്. ഗെയിം സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളങ്ങനെ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പുക്കുട്ടനും അജുക്കുട്ടനും ലാലേട്ടനെയും മമ്മൂക്കയും ഒന്ന് അടുത്ത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഗാലറിയിൽ നിന്ന് ഞങ്ങൾ താഴേക്ക് വന്നതാണ്. അന്നേരം നമ്മുടെ വത്സല ആൻറ്റി, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വത്സല ആൻറ്റി കാണുന്നത് കേട്ടോ. ഞാൻ ആൻറ്റിയെ മുത്തു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് മുത്തുവിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എല്ലാവരും ഫുട്ബോൾ മത്സരം ആസ്വദിച്ച് കാണുമായിരുന്നു.
അതുകൊണ്ട് എനിക്കൊരു മടിയുണ്ടായിരുന്നു ഈ സമയത്ത് പോയി സംസാരിക്കുമ്പോൾ ഡിസ്റ്റർബൻസ് ആവുമോ എന്ന്. എന്നാലും കുഞ്ഞുങ്ങളുടെ ആഗ്രഹമല്ലേ എന്ന് കരുതിയിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള മേക്കപ്പൊക്കെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുകയെന്ന് അറിയില്ല. അതുപോലെ ലാലേട്ടനും മമ്മൂക്കയൊക്കെ ഫുൾ ടൈം നിൽക്കുമെന്ന് നമുക്കറിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് എന്തായാലും പോയി ഒന്ന് കുഞ്ഞുങ്ങളെ കാണിക്കാമെന്ന് കരുതിയത്. ഏകദേശം അതിൻ്റെ അരികത്ത് വന്ന് ആ ബോൾ അവിടെ നിന്ന് മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു ഇവിടെ. പക്ഷേ ജയശ്രീ എന്ന ഗോൾ കീപ്പറിന്റെ സംയോജിതമായ ഇടപെടൽ കൂടിയാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. എല്ലാവരും ഓരോരോ പ്രോഗ്രാംസിൻ്റെ ചുമതലകളും ഒക്കെ ആയിട്ട് തിരക്കായിരുന്നു. അത് കാരണം ഒന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കാൻ നമുക്കും മനസ്സിലാവും സമയമേ ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു. എങ്കിലും എല്ലാവരും നിന്ന് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം എരിച്ചേട്ടനെ കണ്ടു. എരിച്ചേട്ടനും ചേച്ചിയും മോളും എല്ലാവരും ഉണ്ടായിരുന്നു. ഫുട്ബോൾ മത്സരത്തിന് ശേഷം ക്രിക്കറ്റ്, വടംവലി തുടങ്ങിയ മത്സരങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് പാചക മത്സരം, ഫാഷൻ ഷോ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കലാപരിപാടികൾ തുടങ്ങിയത്. മേക്കപ്പ് ചെയ്തതിൻ്റെ ആസ്വാദനമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ലഞ്ച് കഴിച്ചതിന് ശേഷം ഞാൻ ബാക്ക് സ്റ്റേജിൽ പോയി. അജിക്കുട്ടന് ഒരു വയ്യാഴി ഉണ്ടായിരുന്നു, ജലദോഷവും തുമ്മലും ഒക്കെ ആയിട്ട് കുറച്ച് അസ്വസ്ഥതകളുണ്ടായിരുന്നു. പോരാത്തതിന് രാവിലെ എഴുന്നേറ്റതിൻ്റെ ഇന്നലെ ഉറങ്ങിയപ്പോഴും ഒരുപാട് ലേറ്റായി. എന്നെ വെയിറ്റ് ചെയ്തിരുന്ന് 12:30 കഴിഞ്ഞു ഉറങ്ങിയപ്പോൾ കുഞ്ഞ്. എനിക്കാണെങ്കിൽ പാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. പ്രോഗ്രാംസൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഉറക്കം വരുന്നുമുണ്ട്. പക്ഷേ ശബ്ദമൊക്കെ ഇങ്ങനെ കേൾക്കുന്ന കാരണം കുഞ്ഞിന് ഉറങ്ങാനും പറ്റുന്നില്ല. അതുകൊണ്ട് അധികമൊന്നും പിന്നീട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ബാക്ക് സ്റ്റേജിലെ ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ മനസ്സ് കലോത്സവ കാലത്തേക്കൊന്ന് പോയി കേട്ടോ. ഓരോരുത്തരും പല പല ഇനങ്ങൾക്ക് വേണ്ടി ധൃതിപ്പെട്ട് ഒരുങ്ങുന്നതും ചെസ് നമ്പർ കാത്തിരിക്കുന്നതുമായിട്ടൊക്കെയുള്ള ആ കാഴ്ചകളൊക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു. ശിവദ, പാരീസ് ലക്ഷ്മി, ഹണി റോസ്, ആശ ചേച്ചി, അങ്ങനെ കുറച്ച് പേരുടെ കൂടെ ഒക്കെ നിന്ന് ഫോട്ടോ എടുത്തു. ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ തൊട്ട് പലരും എന്നോട് പറയുന്ന കാര്യമായിരുന്നു ആശ ചേച്ചിയുടെ ഛായ ഉണ്ടെന്ന്. ഇപ്പോഴും ചിലരൊക്കെ പറയാറുണ്ട്. ഇതേ കാര്യം തന്നെ ചേച്ചിയോടും പലരും പറഞ്ഞിട്ടുണ്ടെന്ന് ചേച്ചി പറഞ്ഞു. എന്നാൽ പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തേക്കാന്ന് കരുതി. ഫാഷൻ ഷോയൊക്കെ കഴിഞ്ഞ് സ്റ്റേജിൽ കലാപരിപാടികൾ തുടങ്ങി. ലാലേട്ടൻ്റെ പാട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് നമുക്ക് ഓഡിയോ പ്ലേ ചെയ്യാൻ നിർവാഹമില്ല. ഫസ്റ്റ് ഡാൻസ് പെർഫോമൻസ് ആശ ചേച്ചിയുടേതായിരുന്നു. അഞ്ജു ചേച്ചിയും സരയുവും ഞാനും കൂടെ ചേർന്ന് ഒരു സെമി ക്ലാസിക്കൽ ഫ്യൂഷനാണ് കേട്ടോ ഇന്ന് പെർഫോം ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ 3 പേരും കൂടി ചേർന്ന് ഒരു പ്രാവശ്യം പോലും റിഹേഴ്സൽ നോക്കാൻ പറ്റിയില്ല. 2-3 ദിവസം മുമ്പേ റിഹേഴ്സൽ സ്റ്റാർട്ട് ചെയ്തെങ്കിലും എനിക്ക് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് പ്രോഗ്രാം ദിവസം രാവിലെയാണ് ഞാൻ റിഹേഴ്സലിന് വേണ്ടി വരുന്നത്. ബിജു ചേട്ടൻ്റെ കൊറിയോഗ്രാഫി ആയിരുന്നു. രാവിലെ വന്നെങ്കിലും കൂടെ കളിക്കുന്ന ഈ കുട്ടികളുടെ കൂടെ മാത്രമേ 2-3 തവണ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നല്ല ടെൻഷനായിരുന്നു. 3 പേരും ഒരുമിച്ച് വരുന്ന പോർഷനിൽ പൊസിഷനൊക്കെ കറക്റ്റ് ആവുമോ, കോർഡിനേഷനൊക്കെ ഉണ്ടാവുമോ എന്ന് ആലോചിച്ച്. പോരാത്തതിന് എനിക്ക് നല്ല ജലദോഷവും തുമ്മലും ഒക്കെ ആയിരുന്നു. സെഡേഷൻ ഉണ്ടാവുന്നത് കൊണ്ട് മെഡിസിനും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. മേക്കപ്പ് ചെയ്യുമ്പോഴും ഒക്കെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് നടന്നു. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. പക്ഷേ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഒരു പണി കിട്ടി കേട്ടോ. അപ്പുക്കുട്ടനൊഴിച്ച് ബാക്കി എല്ലാവർക്കും ഫുഡ് പോയ്സണായി. ഛർദിലും പനിയും ഒക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു കുറച്ച് ദിവസത്തേക്ക്. അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ ഇത്രയും വൈകിയത്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുകയാണ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുകയും വേണം. അമ്മയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കുടുംബസംഗമം നടത്തുന്നത്. അമ്മയിലെ രോഗം അനുഭവിക്കുന്ന സീനിയർ അംഗങ്ങൾക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ ജീവിതകാലം മുഴുവൻ വീട്ടിലെത്തിച്ചു കൊടുക്കുക എന്ന ഒരു സദുദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പ്രോഗ്രാം അമ്മ സംഘടിപ്പിച്ചത്. ആ ഒരു സത്കർമ്മത്തിൻ്റെ ഭാഗമാകാൻ എനിക്കും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.